IPLിന്റെ സെറ്റ് ടു ലേലം കഴിഞ്ഞിരിക്കുകയാണ്. IPL ചരിത്രത്തിലെ റെക്കോർഡ് തുക ലഭിച്ചിരിക്കുന്നത് ഋഷഭ് പന്തിനാണ്. 27 കോടിക്ക് ഋഷഭ് പന്തിനെ ലക്നൗ ആണ് സ്വന്തമാക്കിയത്. അപ്പോൾ IPLിന്റെ ലേലവിളിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ സെറ്റിൽ ഋഷഭ് പന്ത് 27 കോടിക്ക് ലക്നൗ വാങ്ങി. രണ്ടാമത്തെ താരം മുഹമ്മദ് ഷമിയാണ്. ഷമിക്ക് 10 കോടിക്ക് ഹൈദരാബാദ് വാങ്ങി. മൂന്നാമത്തേത് മില്ലറായിരുന്നു. മില്ലറിനെ ലക്നൗ 7 കോടി 50 ലക്ഷത്തിന് വാങ്ങിയിരിക്കുകയാണ്. പിന്നീട് വന്നത് ചഹലായിരുന്നു. ചഹലിന് വേണ്ടി ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. വലിയ തുകയ്ക്കാണ് ചഹൽ വിറ്റുപോയത്. പഞ്ചാബ് 18 കോടിക്ക് ചഹലിനെ വാങ്ങിയിരിക്കുകയാണ്. പിന്നീട് വന്നത് സിറാജായിരുന്നു. സിറാജിന് വേണ്ടി RCB മുംബൈ ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. ഒടുവിൽ സിറാജിനെ സ്വന്തമാക്കിയത് ഗുജറാത്താണ്. 12 കോടി 25 ലക്ഷത്തിനാണ് ഗുജറാത്ത് സിറാജിനെ വാങ്ങിയിരിക്കുന്നത്. അവർക്കിത് നേട്ടം തന്നെയാണ്. അടുത്ത താരം ലിവിങ്സ്റ്റൺ ആയിരുന്നു. 8 കോടി 75 ലക്ഷത്തിനാണ് ലിവിങ്സ്റ്റൺ വിറ്റുപോയത്. RCB ആണ് താരത്തെ വാങ്ങിയിരിക്കുന്നത്. അടുത്ത താരം രാഹുലായിരുന്നു. രാഹുലിന് വേണ്ടി ഒരുപാട് ടീമുകൾ രംഗത്തുണ്ടായിരുന്നു. കാരണം രാഹുൽ കീപ്പറായിരുന്നു. എന്നാൽ ഒടുവിൽ രാഹുലിനെ വാങ്ങിയത് ഡൽഹി ടീമാണ്. 14 കോടിക്കാണ് രാഹുലിനെ ഡൽഹി വാങ്ങിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയത് ഋഷഭ് പന്ത് തന്നെയാണ്, 27 കോടി. രണ്ടാമത്തെ റെക്കോർഡ് ശ്രേയസ് അയ്യരാണ്. 26 കോടിക്കാണ് ശ്രേയസ് വിറ്റുപോയത്. പഞ്ചാബാണ് ശ്രേയസിനെ വാങ്ങിയിരിക്കുന്നത്. IPLിന്റെ ചരിത്രം തന്നെ തിരുത്തിയിരിക്കുകയാണ് ഋഷഭ് പന്ത്. എന്തായാലും ഒരുപാട് ടീമുകൾ താരങ്ങളെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. CSK മുംബൈ ടീമുകൾ ആരെയും തന്നെ വാങ്ങിയിട്ടില്ല. IPLിന്റെ ആദ്യത്തെ 2 സെറ്റ് അവസാനിച്ചിരിക്കുകയാണ്. മാർക്യൂ പ്ലെയർ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് യുവതാരങ്ങളായിരിക്കും. ഇനി അടുത്ത IPLിൽ ഋഷഭ് പന്ത് ലക്നൗ ടീമിന്റെ ക്യാപ്റ്റനായിരിക്കും. അതുപോലെ ശ്രേയസ് പഞ്ചാബിന്റെയും ക്യാപ്റ്റൻ. ഇത്രയും കോടികൾ ടീമുകൾ താരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.